friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനുഫാക്ചറിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ടാലി പ്രൈമിൽ എങ്ങനെയാണ് മാനുഫാക്ചറിംഗ് പ്രോസസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് മാനുഫാക്ചറിംഗ്? ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അതായത് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന കമ്പനീസിന് മാത്രമേ മാനുഫാക്ചറിംഗ് ചെയ്യാനുണ്ടായിരിക്കുള്ളൂ. ബാക്കി കമ്പനീസിനൊന്നും അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ടാലി പ്രൈമിൽ മാനുഫാക്ചറിംഗ് ചെയ്യാന്നുള്ളത് നോക്കാം. ഞാനിവിടെ ടാലി പ്രൈം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലൊരു കമ്പനീനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കമ്പനിയിൽ നമ്മൾ കമ്പ്യൂട്ടർ ആണ് മാനുഫാക്ചറിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ മാനുഫാക്ചറിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണം. അപ്പൊ ഈ റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ ഗോഡൌണുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഏത് ഗോഡൌണിലാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും ഏത് ഗോഡൌൺ ആണോ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആ ഒരു ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റോക്ക് ജേണലിനെ കുറിച്ചിട്ടായിരുന്നത്. മെറ്റീരിയൽസ് ഒരു ഗോഡൌണിൽ നിന്ന് മറ്റൊരു ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വൗച്ചർ ആണ് സ്റ്റോക്ക് ജേണൽ. അപ്പൊ അതിലെല്ലാം നമ്മൾ റോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്തതെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ ഡേ ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ അതില് രണ്ട് ട്രാൻസാക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പർച്ചേസ് ആണ് ചെയ്തിട്ടുള്ളത്, അതായത് റോ മെറ്റീരിയൽസ് ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും 50 ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസാക്ഷനും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് ഗോഡൌണിൽ നിന്നും തൃശ്ശൂർ ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മാനുഫാക്ചറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഏത് പ്രൊഡക്റ്റ് ആണോ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാ സ്റ്റോക്ക് ഐറ്റം എവിടെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതേ ഐറ്റത്തിൽ തന്നെ പോയിട്ടാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഐറ്റവും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ സ്റ്റോക്ക് ഐറ്റം ഉണ്ട്, സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. ഇവിടെ നെയിം ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ നമ്മുടെ കമ്പനി ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടർ എന്നുള്ള ഐറ്റത്തിന്റെ പേര് കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്യാം. അതിന്റെ അണ്ടർ നമുക്ക് ഒന്നെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് കൊടുക്കാം. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അതിനെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുക. കംപ്ലീറ്റ്ലി അത് ഫിനിഷ്ഡ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അണ്ടർ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അതിന്റെ കമ്പനിയുടെ പേര് കൊടുത്താലും മതി. ഇപ്പൊ ഏത് കമ്പനിയുടെ കമ്പ്യൂട്ടർ ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു കമ്പനിയുടെ പേര് ഗ്രൂപ്പായിട്ട് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇനി അതിന്റെ യൂണിറ്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഓൾറെഡി ഞാനിവിടെ NOS നമ്പേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു യൂണിറ്റിനെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഫീച്ചർ ഇനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിലൊരു ഫീച്ചർ ഇനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മൾ F12 കോൺഫിഗറേഷൻ കീ ഒന്ന് പ്രസ് ചെയ്യാം. അതിലുണ്ടായിരിക്കും സെറ്റ് കമ്പോണന്റ്സ് ലിസ്റ്റ് ബ്രാക്കറ്റിൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക് ഐറ്റംസ് എന്ന ഫീച്ചർ ഉണ്ടായിരിക്കും. ഈ ഫീച്ചർ നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുക്കണം, നിർബന്ധമാണ്. സെറ്റ് കോമ്പോണന്റ്സ് ലിസ്റ്റ് ബ്രാക്കറ്റിൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് കാണാം ഇൻ സ്റ്റോക്ക് ഐറ്റം. ആ ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സെറ്റ് കോമ്പോണന്റ്സ് ബ്രാക്കറ്റിൽ BOM എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് ആണ്. അത് എന്തിനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കമ്പനി ഒരു 20 കമ്പ്യൂട്ടർ ആണ് മാനുഫാക്ചറിങ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ 20 കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ആവശ്യമായുള്ള ഒരുപാട് റോ മെറ്റീരിയൽസ് ആവശ്യം വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം റോ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്തു അല്ലെങ്കിൽ യൂസ് ചെയ്തു എന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതോടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ യൂണിറ്റ് എത്രയാണോ അത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് റോ മെറ്റീരിയൽസിന്റെ യൂണിറ്റും കൂടി വരും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് BOM എന്ന് പറയുന്നത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഇവിടുന്ന് S ആക്കിയിട്ട് കൊടുക്കണം. സെറ്റ് കോമ്പോണന്റ്സ് ബ്രാക്കറ്റിൽ BOM കാണാം, അത് S ആക്കിയിട്ട് കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്യാം. അപ്പൊ ഇവിടെ ബൂം ലിസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് വന്നിട്ടുണ്ട്. നെയിം ഓഫ് BOM, അതായത് നമുക്ക് BOM-ന് ഒരു പേര് കൊടുക്കണം. അപ്പൊ ഇത് ഒന്നെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു പേരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ കമ്പ്യൂട്ടർ എന്ന് തന്നെ പേര് കൊടുക്കുന്നുണ്ട്. ദെൻ എൻ്റർ ചെയ്യാം.
അപ്പൊ ഇവിടെ ചോദിക്കും യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ. ഇവിടെ എത്ര എണ്ണം ഉണ്ടാക്കുന്നു എന്ന യൂണിറ്റ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ എത്ര യൂണിറ്റിന്റെ റോ മെറ്റീരിയൽസ് ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു കമ്പ്യൂട്ടറിന്റെ ആണ്. ഒരു കമ്പ്യൂട്ടറിന് എത്ര റോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തു അതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ എന്ന് പറയുന്നത് 1 വേണം കൊടുക്കാൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരിക്കലും നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ യൂണിറ്റ് അല്ല കൊടുക്കേണ്ടത്. ഒരു യൂണിറ്റിന് എത്ര റോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ 1 എന്ന് വേണം കൊടുക്കാൻ. ദെൻ എൻ്റർ ചെയ്യാം. ഇനി ഓരോ റോ മെറ്റീരിയൽസും നമ്മൾ എത്ര ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് വൺ ഞാനിവിടെ ഹാർഡ് ഡിസ്ക് ആണ് സെലക്ട് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്ക് നമുക്കുള്ളത് കാണാം, തൃശ്ശൂർ ഗോഡൌണിലാണ് ഉള്ളത്. തൃശ്ശൂർ എടുത്തു. അതിൽ 1 ആണ്, അതായത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ഒരു ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുക. 1 എന്ന് കൊടുത്തു. നെക്സ്റ്റ് കീബോർഡ് ആണ്. കീബോർഡ് തൃശ്ശൂർ കൊടുത്തു, അത് 1 ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മോണിറ്റർ തൃശ്ശൂര് 1. മദർ ബോർഡ് തൃശ്ശൂര് 1. മൗസ് തൃശ്ശൂര് 1. പ്രോസസർ തൃശ്ശൂര് 1. അപ്പൊ ഓരോ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ നമ്മൾ ഇതിൽ എല്ലാ റോ മെറ്റീരിയൽസും ഓരോന്ന് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചില ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് ചിലപ്പോൾ മീറ്റർ ആയിരിക്കാം. അതുപോലെ തന്നെ 2 എണ്ണം 3 എണ്ണം വെച്ചിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. കമ്പ്യൂട്ടർ ആയതുകൊണ്ടാണ് എല്ലാ റോ മെറ്റീരിയൽസും ഓരോന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് GST ആപ്ലിക്കബിൾ ആണോ ചോദിക്കുന്നുണ്ട്. യെസ് ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് യെസ് ആക്കിയിട്ട് കൊടുക്കാം. അതിന്റെ GST റേറ്റ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഈ ഒരു ഐറ്റം സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് പോയിട്ട് ആൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടെ ടാക്സബിലിറ്റി ടാക്സബിൾ എന്ന് കൊടുത്തു. ഇന്റഗ്രേറ്റഡ് ടാക്സ് ഞാൻ ഇവിടെ 18 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ എൻ്റർ ചെയ്യാം. ഇനി ഇവിടെ ഒരിക്കലും ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഈ ഒരു സാധനം ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരിക്കലും ക്വാണ്ടിറ്റി കൊടുക്കരുത്. ഇനി ഇവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന വൗച്ചേഴ്സ് ഓൾറെഡി നമ്മുടെ ടാലിയിൽ ഉണ്ട്. പക്ഷെ മാനുഫാക്ചറിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വൗച്ചർ ടാലിയിൽ ഇല്ല. മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറയുന്ന വൗച്ചർ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഇല്ല. നമ്മൾ ആ വൗച്ചറിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എല്ലാ കമ്പനീസ് ഒന്നും മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആവശ്യമുള്ള കമ്പനീസിന് എന്ത് ചെയ്യാം, ടാലിയിൽ മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറഞ്ഞ വൗച്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഓൾറെഡി ഇതിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷന് സെലക്ട് ചെയ്യാം. അതിൽ നമ്മൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ആണ് വൗച്ചർ ടൈപ്പ്. വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ആവശ്യമുള്ള വൗച്ചർ ഏതാണ്? മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറയുന്ന വൗച്ചർ ആണ്. അപ്പൊ നെയിമിന്റെ അവിടെ നമുക്ക് മാനുഫാക്ചറിങ് ജേണൽ എന്ന് പേര് കൊടുക്കാം. ദെൻ എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ. ഏത് വൗച്ചറിൽ നിന്നാണ് നമുക്ക് മാനുഫാക്ചറിങ് ജേണൽ സെലക്ട് ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ എല്ലാ വൗച്ചേഴ്സിന്റെയും പേര് വന്നിട്ടുണ്ടായിരിക്കും. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് സ്റ്റോക്ക് ജേണൽ വൗച്ചറിൽ നിന്നാണ്. അപ്പൊ ഇവിടെ സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ സ്റ്റോക്ക് ജേണൽ എന്ന് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാനും. ഇനി നമുക്ക് ഇതിലൊരു ഓപ്ഷനും കൂടി എസ് ആക്കി കൊടുക്കാനുണ്ട്. യൂസ് ആസ് എ മാനുഫാക്ചറിങ് ജേണൽ. ഇത് എസ് ആക്കി കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറയുന്ന വൗച്ചർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നിർബന്ധമായിട്ടും യൂസ് ആസ് എ മാനുഫാക്ചറിങ് ജേണൽ എന്ന ഓപ്ഷന് എസ് ആക്കിയിട്ട് കൊടുക്കണം. എൻ്റർ ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നമ്മൾ നെയിം മാനുഫാക്ചറിങ് ജേണൽ എന്ന് കൊടുത്തു. സെലക്ട് ടൈപ്പ് ഓഫ് വൗച്ചർ സ്റ്റോക്ക് ജേണൽ എന്ന് കൊടുത്തു. യൂസ് ആസ് എ മാനുഫാക്ചറിങ് ജേണൽ എസ് ആക്കിയിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ മാനുഫാക്ചറിങ് ജേണൽ എന്ന് പറയുന്ന വൗച്ചറിനെ ക്രിയേറ്റ് ചെയ്തു. ഇനിയാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് മാനുഫാക്ചറിങ് ജേണൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. അതിലുണ്ടായിരിക്കും മാനുഫാക്ചറിങ് ജേണൽ. സ്റ്റോക്ക് ജേണലും മാനുഫാക്ചറിങ് ജേണലും സെയിം ഷോർട്ട് കീ തന്നെയാണ് വരുന്നത്. Alt+F7 ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മാനുഫാക്ചറിങ് ജേണൽ സെലക്ട് ചെയ്യാം. ഇതാണ് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള വിൻഡോ. ഇവിടെ മേലെ തന്നെ കാണിക്കുന്നുണ്ട് മാനുഫാക്ചർ ഓഫ് മെറ്റീരിയൽസ്. ഇവിടെ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് നെയിം ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഏതാണോ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം.
കൊടുക്കാം. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ലൊക്കേഷൻ ആണ്. ഏത് ഗോഡൌണിൽ വെച്ചിട്ടാണോ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആ ഗോഡൌൺ ആണ് അവിടെ കാണിക്കേണ്ടത്. ഇനി ഏത് ഗോഡൌണിലേക്കാണോ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് മാറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഗോഡൌൺ ഇവിടെ കൊടുത്താലും മതി. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് തൃശ്ശൂര് ഗോഡൌൺ ആണ്. അപ്പൊ തൃശ്ശൂര് എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് ക്വാണ്ടിറ്റി ആണ്. എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മുടെ കമ്പനി മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പൊ ഇവിടെ ഞാൻ 20 ആണ് ക്വാണ്ടിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ എന്റർ ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം കൺസംഷൻ എന്ന് പറയുന്ന സൈഡിൽ റോ മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ ലൊക്കേഷനും ക്വാണ്ടിറ്റി റേറ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റോക്ക് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ BOM സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ എത്ര റോ മെറ്റീരിയൽസ് എല്ലാം ഓരോന്ന് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നമ്മളിവിടെ 20 എന്നുള്ള ക്വാണ്ടിറ്റി കൊടുത്തത് കൊണ്ട് തന്നെ എല്ലാ റോ മെറ്റീരിയൽസിന്റെയും ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. ഇനി നമ്മളിവിടെ 20 അല്ല ഇവിടെ വേറൊരു ക്വാണ്ടിറ്റി ആണ് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും റോ മെറ്റീരിയൽസും ഇവിടെ വരിക. ഇത് നമ്മൾക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് BOM സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്കിനി ഈ സൈഡിലായിട്ട് ഒന്നും കൊടുക്കാനൊന്നുമില്ല. ദെൻ എന്റർ ചെയ്തിട്ട് വരിക. ഇനി താഴെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം ടൈപ്പ് ഓഫ് അഡീഷണൽ കോസ്റ്റ്. ഇപ്പൊ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കും, അത് ഉറപ്പാണ്. ഇപ്പൊ പവർ വരാം, അതുപോലെ തന്നെ പാക്കിംഗ് ചാർജ് വരാം, വേജ് വരാം, ഫാക്ടറി റെന്റ് വരാം. അപ്പൊ എന്തെല്ലാം അഡീഷണൽ എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ടോ ആ എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടുന്ന് ആ എക്സ്പെൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇവിടുന്നാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് വേജ് ആണ്. വേജ് എന്നുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നെയിം വേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ അതിന് വരുന്ന എക്സ്പെൻസ് എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എന്ത് എക്സ്പെൻസ് ആണെങ്കിലും അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് കൊടുത്തു. ഇതിലൊന്നും GST ആവശ്യമില്ല, നമുക്ക് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക GST. അപ്പൊ വേജ് നമുക്ക് പെർസെന്റേജ് ആയിട്ടാണ് കാണിക്കേണ്ടതെങ്കിൽ പെർസെന്റേജ് ആയിട്ട് കാണിക്കാം. അപ്പൊ 5% അല്ലെങ്കിൽ 10% അങ്ങനെയാണെങ്കിൽ പെർസെന്റേജിന്റെ താഴെ കാണിക്കാം. അല്ല ഇനി എമൗണ്ട് ആയിട്ട് വാല്യൂ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അങ്ങനെ കാണിക്കും. അപ്പൊ ഇവിടെ വേജ് നമുക്കൊരു 5000 രൂപ വന്നിട്ടുണ്ട്. ഞാൻ 5000 എന്ന എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പവർ ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് GST നമുക്ക് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം. പവർ ഞാനിവിടെ പെർസെന്റേജ് ആയിട്ടാണ് കാണിക്കുന്നത്. 2 എന്ന് കൊടുത്തിട്ടുണ്ട്. തന്നെ എൻ്റർ ചെയ്യാം. അപ്പൊ 2 എന്ന് പറയുമ്പോൾ അതിന്റെ എമൗണ്ട് അവിടെ വരും. 5860 രൂപ പവർ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് കാണാം ടോട്ടൽ അഡീഷണൽ കോസ്റ്റ് 10860. അത് ഈ വേജും പവറും മാത്രം നമുക്ക് അഡീഷണൽ കോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എമൗണ്ട് ആണ് കാണിക്കുന്നത്. അതിന്റെ താഴെ നമുക്ക് കാണാം എഫക്റ്റീവ് കോസ്റ്റ് 3,3860 രൂപ. അതായത് 20 കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ നമ്മുടെ കമ്പനിക്ക് വന്നിട്ടുള്ള മൊത്തം ചെലവാണ് ഈ എഫക്റ്റീവ് കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. ഏറ്റവും താഴെ എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൈമറി ഐറ്റം കാണാം 15,193. അതായത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ നമ്മുടെ കമ്പനിക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൈമറി ആയിട്ടാണ് നോക്കുക. ഒരെണ്ണത്തിന് എത്ര കോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ മുകളിൽ എത്ര പെർസെന്റേജ് ആണോ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക സെയിൽസ് പ്രൈസ് കണ്ടുപിടിക്കുന്ന സമയത്ത്. അപ്പൊ മാനുഫാക്ചറിങ്ങിന്റെ പ്രോസസ് ഇത്രയാണ് ഉള്ളത്. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ടാലി പ്രൈമിൽ ഇങ്ങനെയാണ് മാനുഫാക്ചറിങ്ങിന്റെ പ്രോസസ് ചെയ്യുന്നത്. ഇനി ടാലി ERP9 എങ്ങനെയാ ചെയ്യാൻ നമ്മൾ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആവശ്യമുള്ളവർ അത് കാണാം. അപ്പൊ എല്ലാവർക്കും മാനുഫാക്ചറിങ് പ്രോസസ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ടാലി പ്രൈമിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.